കൈപ്പുണ്യവും മനോധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കീഴടക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരമ്മയുടെ ജീവിതത്തിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ തന്നെ ഈ അമ്മയെ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. ഒരു ചെറിയ കുഞ്ഞു തട്ടുകട നടത്തുന്ന അവിടെ. ആ കടയിൽ നിന്ന് അമ്മ പെട്ടെന്ന് 5-6 മാസം കൊണ്ട് ഒരു വലിയ കടയിലേക്ക് മാറുന്നു, 2 ചെറുപ്പക്കാരുടെ സഹായത്തോടു കൂടി തന്നെ. പിന്നെ അവിടുന്ന് അമ്മ രാത്രി ഭക്ഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ തുടർന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം തുടങ്ങിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം ചില്ലറ ഭക്ഷണം കേട്ടോ, നിരവധി ഐറ്റങ്ങൾ നിരത്തിക്കൊണ്ട് നല്ല ചട്ടിച്ചോറും നല്ല ഇലയിലും നല്ല ഊണും. നല്ല മണം, കാറ്റ് നല്ല വരുന്നുണ്ട്. കാറ്റ് നല്ല ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ മണം. അപ്പം അമ്മയുടെ വിഷയം അറിയാം, വാ കാണിച്ചുതരാം. വീണ്ടും വന്നു അതല്ല ഊണെന്തേ? ഊണ് സ്റ്റാർട്ടായി. ഇപ്പൊ ചട്ടിച്ചോറും പിന്നെ എന്തൊക്കെയാ? ചട്ടിച്ചോറും നോർമൽ മീൽസും. ഏതാ മൂവ് കൂടുതൽ? രണ്ടും ഒരുപോലെ മൂവ് ആവുന്നുണ്ട്. നൈറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത്? നൈറ്റും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ കിച്ചൺ കൊണ്ട് മാറി അല്ലേ? രാവിലെ 6 മണിക്ക് ഇവിടെ കയറും, രാത്രി 12 മണിക്ക് വീട്ടിൽ കയറും. ഫുൾ എൻഗേജ്ഡ് ആണ്. ഒന്നും ആലോചിക്കാൻ സമയമില്ല. എന്തൊക്കെ ഐറ്റം വരുന്നത് ചോറില്? സൈഡ് ഡിഷായിട്ട് തോരൻ കാണും, മെഴുക്കുവരട്ടി കാണും, കപ്പ കാണും, അല്ലെങ്കിൽ അവിയൽ കാണും, സാലഡ്, 2 ടൈപ്പ് അച്ചാർ, 2 ടൈപ്പ് ചമ്മന്തി, ഇതെല്ലാം അതിൽ കാണും. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, തൈര്, അല്ലെങ്കിൽ സാമ്പാർ രസം തൈര്, അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ്. 15 ഐറ്റം ഉണ്ടാവും. 15-ന് മേളിൽ പോകുമെങ്കിലേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ കാണത്തില്ല കേട്ടോ. ഇന്നൊരു ഐറ്റം കുറവുണ്ടായിരുന്നു. ചട്ടിച്ചോറിലാണെങ്കിലോ? ചട്ടിച്ചോറിൽ എല്ലാ ഐറ്റവും ഉണ്ട്. മുട്ടയും, മീൻ ഫ്രൈ ഉണ്ട്, മീൻ കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ പെരട്ടുണ്ട്. ഇത് നമ്മുടെ ചട്ടിച്ചോറിന്റെ ബീഫാണ്. ഒരു പ്രധാന ഐറ്റം മീൻ പെരട്ടില്ലേ? മീൻ പെരട്ട്. അതപ്പോ കത്തിക്കൊണ്ടിരുന്ന ഐറ്റം. അതെന്താ, അത് എന്ത് മീൻ ഉപയോഗിക്കുന്നത് സാധാരണ? ചൂര. ഇതാണ് ഞങ്ങളുടെ മീൻ പെരട്ട്. ഇതിൽ ചെറിയ ഉള്ളി, അല്ലാതെ ഇതിനകത്ത് അധികം മസാലയൊന്നുമില്ല, വെള്ളം ചേർക്കത്തില്ല, പുളി ചേർക്കൂല, എന്നാൽ പുളിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കഴിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ് അത്. കൂടുതൽ ചെറിയ ഉള്ളിയാണ്. ചൂര. ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാവില്ലേ? ചിക്കൻ പെരട്ടും ബീഫ് പെരട്ടാണ് ട്രിവാൻഡ്രത്ത് ഉണ്ടാവുക സാധാരണ. നമ്മൾ മാറ്റി മീൻ പെരട്ടാക്കി. എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ട. ചെറിയ ഉള്ളി കൊള്ളാട്ടോ, അടിപൊളിയാണ്. എല്ലാ ദിവസവും ചൂര തന്നെ ചെയ്യാം. എല്ലാം ഈ ചൂരയിൽ ചെയ്താലേ ഇതിന്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ കച്ചവടം പൊതുവെ എങ്ങനെയുണ്ട്? പൊതുവെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തീരുന്നുണ്ട്. എത്ര ഉണ്ടാക്കുന്നു എന്നല്ല, ഞാൻ വെക്കുന്ന സാധനങ്ങളെല്ലാം തീരുന്നുണ്ട്. അതല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും 100% ഹാപ്പിയാണ്. നൈറ്റ് ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നതെല്ലാം തീരുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് അപ്പൊ കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് നേരത്തെ പിന്നെ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഉള്ളിപ്പുട്ട് ഇപ്പം അതിഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കും. കിട്ടുമല്ലേ? കാരണം കറി വേണ്ട, ഒന്നും വേണ്ട, ഒരു പപ്പടം മാത്രം മതി. എന്നാലും ചിക്കൻ ഫ്രൈയുടെ കൂടെ അത് കഴിച്ചിട്ട് ഭയങ്കര ഒരു ഡിഫറെന്റ് ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ അത് തന്നെ കൂടുതൽ മേടിക്കുന്നുണ്ട്. ബിരിയാണി സ്റ്റാർട്ട് ചെയ്തോ? ബിരിയാണി സ്റ്റാർട്ട് ചെയ്തില്ല, അതിനും കൂടെ ഉള്ള സമയം കിട്ടുന്നില്ല. പ്ലാനിലുണ്ട്, അതും ചെയ്യണം. പിന്നെ കിഴി പൊറോട്ട, അതിലും കുറച്ച് വെറൈറ്റി കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഫുഡ് അടിപൊളി. ബീഫ് വരട്ടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാ കറികളും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്ടിച്ചോറും നോൺ വെജ് മീൽസും എന്തായാലും കത്തി കയറിയിട്ടുണ്ട്. നമ്മുടെ രാത്രി ഭക്ഷണം ഉണ്ടല്ലോ, രാത്രി മെനു, നീണ്ട മെനു, ആ ദൃശ്യങ്ങൾ ഒരു 1-2 മാസം മുമ്പ് നിങ്ങളെ കാണിച്ചാണ്. അത് ഒന്നുകൂടെ കാണാം, ബാ. ചിക്കൻ പെരട്ട്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ തോരൻ, പൊറോട്ട, പിന്നെ പുട്ട്, കാര്യങ്ങൾ, ഇടിയപ്പം, ദോശ, ഇതൊന്നുമല്ല കേട്ടോ. ഐറ്റങ്ങൾ വേറെ ഉണ്ട്. അമ്മ ഈ ഉള്ളിപ്പുട്ടിന് അമ്മ പറഞ്ഞിരുന്നു
വേറെ കറിയൊന്നും വേണ്ട, പപ്പടം മാത്രം മതി. പപ്പടം വേണമെന്നില്ല കേട്ടോ, സംഗതി നൈസ്. ഇത് പ്രോപ്പർ ലൊക്കേഷൻ പറയുമ്പോൾ ഈഞ്ചക്കലല്ലേ? ഈഞ്ചക്കയെന്ന് നമ്മൾ കോവളം പോകുന്ന റൂട്ടിൽ സൗത്ത് ടൗൺ മോട്ടോയുടെ സൈഡിലാണിത്. അപ്പം എന്തായാലും ഞാൻ എല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും. ബൈ. ഓക്കെ, സീ യു.